Be mindful and stay blessed. All the times. Okay. Good afternoon, everyone. Okay. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു ദൈവനിയോഗമായിട്ട് ഈ വർഷത്തെ OEBS കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിൻ്റെ പ്ലാനിലോ ഷെഡ്യൂളിലോ ഒന്നും ഇല്ലാത്തതായിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഇവിടുത്തെ OEBS കണ്ടക്ട് ചെയ്യുക എന്ന് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. ഞാൻ ഫെബ്രുവരി മാർച്ച് ഫസ്റ്റ് വീക്ക് ദുബായിൽ OEBSനായിട്ട് ഓടിയതായിരുന്നു. ആ സമയത്താണ് ഈ യുദ്ധം വന്ന് പോസ്റ്റ്പോൺ ചെയ്ത് ഞാൻ ഉദ്ദേശിച്ചത് അവര് വെക്കുന്നത് ഈസ്റ്റർ കഴിഞ്ഞുള്ള ദിവസങ്ങളിലായിരിക്കുമെന്നാണ്. അപ്പോൾ അച്ഛനെ വിളിച്ചു. അച്ഛനോട് ഇവിടുത്തെ അച്ഛൻ അന്വേഷിച്ചും പറഞ്ഞു, അച്ഛാ നമ്മുടെ OEBS ആണ്, അപ്പോൾ അച്ഛൻ റിസോഴ്സ് പേഴ്സണായിട്ട് കണ്ടക്ട് ചെയ്യണം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആശയക്കുഴപ്പത്തിലിരിക്കുകയാണ്. ഇൻ കേസ് അവിടത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് ഇതേ സമയത്ത് വരുവാണെങ്കിൽ എന്ത് ചെയ്യുമെന്നില്ല. പക്ഷേ എന്താ പറയുക, ദൈവനിയോഗമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്ലാനും പദ്ധതികളുമായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കും. പക്ഷേ അതൊന്നുമല്ല, ദൈവത്തിന് ഒരു സമയമുണ്ട്, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് നീക്കുക ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ വർഷം 2 ഇടങ്ങളിലായിട്ട് ബാംഗ്ലൂരിൽ തന്നെ 2 ദേവാലയങ്ങളുടെ സമയത്ത് OEBS നടത്തുവാനായിട്ട് ദൈവം ഉദ്ദേശിച്ചു. ഒന്ന് കത്തീഡ്രൽ പള്ളിയിലായിരുന്നു, ഹൊസൂറിലുള്ള, ഒന്ന് നമ്മുടെ മാർഗരറ്റ് പള്ളിയിലുമായിരുന്നു. അതുകൊണ്ട് ഒരു ദൈവനിയോഗമായിട്ട് തന്നെ ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് കുറച്ച് കുട്ടികളുള്ള സ്ഥലത്ത് പോയി OEBS എടുക്കുന്നതായിരുന്നു കുറച്ചുകൂടി ഇഷ്ടം. ഞാൻ ഒരുപാട് കുട്ടികളുള്ളത് എടുത്തിട്ടുണ്ട്. 700 ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളുള്ള സ്ഥലത്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് വരുന്നത് ഈ കുറച്ച് കുട്ടികൾ മാത്രമുള്ള 100-ൽ താഴെയുള്ള കുട്ടികൾ മാത്രമുള്ള സ്ഥലത്ത് പോയി എടുക്കുമ്പോഴാണ്. കാരണം അവരെ കുറച്ചുകൂടി ഒന്ന് പരിചയപ്പെടാൻ പറ്റും, അവരുടെ മുഖമൊക്കെ കുറച്ചൊന്ന് പരിചയപ്പെടാൻ പറ്റും, അവരുടെ പേരുകളൊക്കെ ഒന്നും അറിയാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷത്തെ OEBS ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. കാരണം ഇവിടുത്തെ 80 രജിസ്ട്രേഷൻ 80 ആയിരുന്നു, 80 കുട്ടികളായിരുന്നു ഈ വർഷത്തെ OEBS ഇവിടെ പഠിച്ചത്. ഈ 80 കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ മിടുക്കരായ കുട്ടികളാണ്. എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. കാരണം പാട്ടായിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പറഞ്ഞു കൊടുക്കുന്നതിന്റെ അടുത്ത നിമിഷം തന്നെ അവരെല്ലാം അത് പഠിച്ചെടുക്കും. അതാണ് ഇവിടുത്തെ കുട്ടികളുടെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കണ്ടതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ കുട്ടികൾക്കും എല്ലാവിധമായ ഭാവങ്ങൾ നേരുന്നു. ഒപ്പം എടുത്തു പറയേണ്ടത് ഇവിടുത്തെ അധ്യാപകരെയാണ്. കുട്ടികളൊക്കെ എല്ലായിടത്തും ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ അധ്യാപകരൊക്കെ പലയിടത്തും പല പള്ളിയിലൊക്കെ ഇങ്ങനെ പുറമോട്ട് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നവരാണ്. പക്ഷെ ഇവിടെ കുട്ടികളെക്കാളും മുമ്പിൽ കടന്നു വരുന്നത് ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ പേരൻസുമാണ്. കാരണം ഇവിടെ ഞാൻ ഓരോ സെഷൻ കണ്ടക്ട് ചെയ്തപ്പോൾ, പാട്ടിന്റെയും ആക്ഷൻ സോങ്ങിന്റെയും സെഷനൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഞാനൊന്ന് ജസ്റ്റ് പറയുന്നുള്ളൂ. അതിന് മുമ്പ് തന്നെ എല്ലാവരും, ഏറ്റവും പ്രായമുള്ള അങ്കിൾ വരെ, ഇവിടെ പ്രായമുള്ള അങ്കിൾ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് അവരുടെ കൂടെ ഡാൻസ് ചെയ്യാനും അവരുടെ പാട്ട് പാടാനും എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി അവരുടെ സമയം കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ ടീച്ചേഴ്സിനോടും എല്ലാ പേരൻസിനോടുള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു. എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ട് പോവുക എന്നതല്ലായിരുന്നു. എല്ലാം കൃത്യമായ ഒരു സ്ട്രക്ചറും ഒരു പ്ലാനിങ്ങും ഈ OEBSന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് OEBSന്റെ കൺവീനേഴ്സ് ആയിട്ട് പ്രവർത്തിച്ച JB ടീച്ചറും ഗ്രീസ് ടീച്ചറുമാണ്. പ്രത്യേകിച്ച് അവരെ അനുമോദിക്കുന്നു. കൃത്യമായ സമയത്ത് എനിക്ക് അപ്ഡേറ്റ്സ് എല്ലാം എനിക്ക് നൽകുന്നുണ്ട്. നാളത്തെ പ്രോഗ്രാമിൻ്റെതാണ്, അതിനായിട്ടുള്ള പ്രോഗ്രാമിൻ്റെതാണ്, കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നൽകുന്നുണ്ട്. അതിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവരെല്ലാം ഒരു വെൽ സ്ട്രക്ചേർഡ് ഒരു OEBS ആയിരുന്നു എന്നത്. അത് നിങ്ങളുടെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇതാണ്, അത് കഴിഞ്ഞ ഫുഡാണ്, അത് കഴിഞ്ഞ ആക്ടിവിറ്റിയാണ്. കൃത്യസമയം പാലിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, സൺഡേ സ്കൂൾ AHM സെക്രട്ടറി, ട്രസ്റ്റി അടങ്ങുന്ന കോർ ഗ്രൂപ്പ്, അവർ ഇതിന് പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു. സമയാസമയങ്ങളിൽ അതിന്റെ മീറ്റിംഗ് എല്ലാം വിളിച്ചു കൂട്ടുകയും ആ മീറ്റിംഗിൽ ചില മീറ്റിങ്ങുകളിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വളരെ കൃത്യമായ അവലോകനമെല്ലാം ആ മീറ്റിംഗിൽ അവർ നിർദ്ദേശിക്കുകയും കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് അവർ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഹെഡ് മാസ്റ്റർ തോമസ് അങ്കിൾ ഉൾപ്പെടെയുള്ള എല്ലാവരുമുള്ള സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇനി കുട്ടികൾ 5 മിനിറ്റ് കേട്ടെ, ഇനി 5 മിനിറ്റ് മാത്രം കേട്ടാൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, കാരണം നിങ്ങൾ 3 ദിവസം കൊണ്ട് എന്നെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ ഞാൻ കേൾക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിക്കുക. അതുകൊണ്ട് പറയുന്നു 5 മിനിറ്റ് മാത്രം. ഓക്കെ, നിങ്ങളുടെ ഒരുപാട് പാട്ടുകൾ പഠിച്ചു അല്ലേ?
ഒരുപാട് ആക്ഷൻസ് പഠിച്ചു, പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തു, ഗെയിം ചെയ്തു. ഈ വർഷത്തെ തീം എന്തുവായിരുന്നു? ഓർക്കെ ഓർക്കെ ഓർക്കെ. ഈ ബൈബിൾ വേഴ്സ് ആയാലും വീട്ടിൽ പോയി വായിച്ചോ? ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 8 ആയാലും വായിച്ചോ? വായിച്ചവരൊക്കെ നോക്കിക്കേ. ഒരു കുട്ടി, സത്യസന്ധമായിട്ട് ഒരു കുട്ടി പറഞ്ഞു, രണ്ടുപേരും വായിച്ചോ? മോൻ വായിച്ചാണോ? അല്ല, ഈ മോള് പറഞ്ഞു. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 8. അപ്പൊ നമ്മളിതെല്ലാം പഠിച്ചു, പാട്ടൊക്കെ ഏതൊരു തീം വെച്ചിട്ടെല്ലാം പഠിച്ചു. ഓക്കെ, പക്ഷെ നമ്മൾ ഇതുവരെ ആ ബൈബിൾ വേഴ്സ് വരെ തുറന്നു നോക്കിയില്ല. അതല്ല, നമ്മൾ OBC വരുമ്പോൾ ഈ ബൈബിൾ നമ്മൾ തുറന്നു നോക്കണം. ഈ വേഴ്സ് ഇന്നെങ്കിലും ഇന്ന് വൈകിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന ഉടനെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബൈബിൾ എടുക്കണം, ഈ വേഴ്സ് ഒന്ന് വായിച്ചു നോക്കണം. ഏതാ? ഫസ്റ്റ് പീറ്റർ ഓർക്കേന്ന് പറ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 8. ഈ ബൈബിൾ വാക്യം എല്ലാവരും വായിക്കണം. ഓക്കെ, സോ ഈ തീം മറന്നു പോകരുത്. ഈ പാട്ട് പഠിച്ചതൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ ലെസൺസ്, ക്ലാസ്സിൽ പഠിച്ച ലെസൺസ് മറന്നു പോകരുത്. നിങ്ങളെ പഠിപ്പിച്ചവരെയും മറന്നു പോകരുത്. മറക്കൂ? നിങ്ങളെ പഠിപ്പിച്ചവരെ മറന്നാൽ പിന്നെ പഠിച്ചത് പറയണ്ടായില്ല. ഓക്കെ, സോ ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. ദൈവം ഇനിയും കൂടുതലായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാ മാതാപിതാക്കളോടും എല്ലാ അധ്യാപകരോടും, പ്രത്യേകിച്ച് എൻ്റെ ഈ സെഷൻസ് എല്ലാം ലൈവാക്കി തന്നത് ഇവിടുത്തെ കൊയർ ടീം, പ്രത്യേകിച്ച് ആർലിച്ചാനും നയിച്ചാനും പ്രത്യേകം സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. കാരണം അവരാണ് എൻ്റെ സെഷൻസ് ഒക്കെ ഒന്ന് ലൈവാക്കി തന്നത്. അവരോട് പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചേർക്കുന്നു. ദൈവം